എൻ്റെ പേര് ആൽബിൻ ബെന്നി. ഇതെൻ്റെ മമ്മിയാണ്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് വരുന്നു. B2 ജർമ്മൻ എക്സാം പാസ് ചെയ്തതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. മമ്മി പലതവണ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ B2 ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് മമ്മിയുടെ കൂടെ ഞാൻ പിന്നെ കൃപാസനത്തിൽ വരികയും 2023 നവംബർ 19 മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നവംബർ 19 ഉടമ്പടി എടുക്കുകയും ഡിസംബർ ആദ്യത്തെ ആഴ്ച ഡൽഹിയിൽ 3 മൊഡ്യൂളിൽ ഞാൻ ഡേറ്റ് എടുക്കുകയും ചെയ്തു. 4 മൊഡ്യൂളാണ്, എല്ലാവർക്കും അറിയാം. ജർമ്മൻ 4 മൊഡ്യൂളാണ്. 4 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതാനുള്ള ഒരു പേടി കൊണ്ട് തന്നെയാണ് 3 മൊഡ്യൂൾ എടുത്തത്. 3 മൊഡ്യൂൾ ഞാൻ ഡൽഹിയിൽ ഡേറ്റ് എടുക്കുകയും എനിക്ക് തോന്നുന്നത് ഡിസംബർ 5 തന്നെയാണ് എക്സാമിൻ്റെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മമ്മിയോട് പറഞ്ഞു, മമ്മി എൻ്റെ ഒരു കൊന്ത കഴുത്തെ ഇട്ട് തന്നു. അതിൻ്റെ താഴെയായിട്ട് കൃപാസന മാതാവിൻ്റെ കാശിരൂപം ഇട്ടിട്ടുണ്ടായിരുന്നു. നീ പരീക്ഷ എഴുതിക്കോ, ഈ കൊന്ത അവിടെ നിന്ന് എടുത്ത് മാറ്റരുതെന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ പോവുകയും പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞു, കയറുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചെല്ലണം. വേറെ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും നീ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് പരീക്ഷയ്ക്ക് കയറാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് 4 ദിവസത്തെ യാത്രയുണ്ട് ഡൽഹിക്ക്. അവിടെ 2 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പരീക്ഷയുടെ സമയത്ത് നമ്മൾ സാധാരണ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കും മെയിനായിട്ടും ചെയ്യുന്നത്. പക്ഷെ മമ്മി പറഞ്ഞ വിശ്വാസ പ്രമാണം എങ്ങനെ സമാധാനത്തോടെ എവിടെ നിന്ന് ചെല്ലാൻ പറ്റും, അതാണ് ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. എങ്ങനെ എനിക്ക് വിശ്വാസ പ്രമാണം ഭക്തിപൂർവ്വം ഒന്ന് ചെല്ലിയിട്ട് കയറണം എന്നുണ്ടായിരുന്നു. അതെനിക്ക് സാധിച്ചു. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴും ഞാൻ മാറി നിന്ന് സ്വസ്ഥമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആണ് പരീക്ഷ കയറിയത്. കാശിരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. പരീക്ഷ ഞാൻ വിചാരിച്ചേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ പപ്പേനെ അമ്മേനെ വിളിച്ച് പറയുകയും ചെയ്തു, കിട്ടുമെന്ന് തോന്നണില്ല, ഇച്ചിരി ടഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മീനോട് പറഞ്ഞത്, കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നോ, കിട്ടുമെന്ന് തന്നെയാണ് മമ്മിയുടെ മനസ്സ് പറയണതെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പം 3 മൊഡ്യൂൾ എഴുതിയതിൽ 2 പാസ്സായി. ബാക്കി 1 മൊഡ്യൂളും പിന്നെ എഴുതാതിരുന്ന 2 മൊഡ്യൂളും കൂടി ഞാൻ പിന്നെ കൊച്ചിയിൽ ഡേറ്റ് എടുത്തു. തൊട്ടടുത്ത മാസം തന്നെ ഡേറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റുന്ന പ്രതീക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ തന്നെ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു, ഭക്തിപൂർവ്വം തന്നെ. കാരണം എടുത്ത നിയോഗമാണ്, അപ്പോൾ അത് നമുക്ക് മുടക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുടുംബ പ്രാർത്ഥനയായാലും ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലായാലും എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിൽ 2ാമത്തെ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കുകയും അതുപോലെ തന്നെ മമ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴുത്തിൽ കൊന്തയിട്ട് വരികയും പരീക്ഷയ്ക്ക് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി കയറണമെന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ അത്ഭുതം സംഭവിച്ചത് അവിടെയാണെന്ന് തോന്നുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷയ്ക്ക് കയറി. സ്പീക്കിംഗ് എക്സാം എനിക്ക് നല്ല പാടായിരുന്നു. എല്ലാവർക്കും അറിയാം, സ്പീക്കിംഗ് എക്സാം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ എൻ്റെ കൂടെ കയറിയ പാർട്ട്ണർ അവിടെ കൊച്ചി തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ അവൻ 3 തവണ സ്പീക്കിംഗ് എക്സാം എഴുതിയിട്ട് ഫെയിലായി. 4ാമത്തെ തവണ എൻ്റെ കൂടെ എഴുതാൻ വന്നതാണ്. ഞാനാണെങ്കിൽ ആദ്യത്തെ തവണയും. അപ്പോൾ അവനറിയാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അവന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, 3 പ്രാവശ്യം എഴുതിയതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അവനുണ്ട്. അവൻ എങ്ങനെയൊക്കെ ആൻസർ പറയണമെന്നൊക്കെ ഒരു ബോധ്യം അവനുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ടോപ്പിക്ക് തന്നു, 5 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ആദ്യം എനിക്കാണ് ടോപ്പിക്ക് കിട്ടിയത്. ഞാൻ സംസാരിച്ചു തുടങ്ങി. 5 മിനിറ്റിൽ ഒരു 1.5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എന്നോട് എക്സാമിന് പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് നിർത്തിക്കോ, നീ ഇനി പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി. കാരണം ഞാൻ പറയുന്നത് തന്നെ തപ്പലോടുകൂടിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്കറിയാമായിരുന്നു എന്തായാലും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞത്. എന്നിട്ട് അവന് ടോപ്പിക്ക് കൊടുത്തു. അവൻ സംസാരിച്ചു. അവൻ 5 മിനിറ്റ് എന്നുള്ള 6 മിനിറ്റ് അവൻ സംസാരിച്ചു. അത് നല്ല ഫ്ലുവൻ്റായിട്ട്. പിന്നെ അതുപോലെ തന്നെ എക്സാമിനർ 2 പേരോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം തെറ്റാണ്, ഇതല്ല ഇതിൻ്റെ ആൻസർ. പക്ഷെ അവനോട് ചോദിച്ചു, അവൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. കാരണം അവനറിയാം എങ്ങനെ പറയണമെന്ന് അവനറിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിചാരിച്ചു എന്തായാലും കയ്യിൽ നിന്ന് പോയി. സാധാരണ സ്പീക്കിംഗ് എക്സാമിന് 2 പേര് കയറിയാൽ അതിലൊരാളെയാണ് പാസ്സാക്കാറ് പതിവ്.
അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും നന്നായിട്ട് പറയണം, എന്നാൽ മാത്രമാണ് രണ്ടുപേരെയും പാസ്സാക്കണുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ചിന്തിച്ചു, എന്തായാലും പരീക്ഷ കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം, ഡേറ്റ് എടുക്കാമെന്നൊക്കെ ചിന്തയായിരുന്നു എനിക്ക് അവിടെ ഇരുന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പ്രാർത്ഥന കൈവിട്ടിരുന്നില്ല, പ്രാർത്ഥന മുറുകെ പിടിച്ചിരുന്നു. ഞാനും മമ്മിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമായിരുന്നു റിസൾട്ട് വരുന്നവർ വരെ. ആ പരീക്ഷയ്ക്ക് ഉള്ള ബുദ്ധിമുട്ട് ഞാൻ പുറത്ത് കാണിച്ചില്ല, മാതാവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങളിരുന്നു. ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നു റിസൾട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പം മമ്മി പറഞ്ഞു റിസൾട്ട് നോക്കാൻ വരട്ടെ, നമുക്ക് വിശ്വാസപ്രമാണം ചൊല്ലി റിസൾട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എനിക്ക് ഞങ്ങൾ വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നത്. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി റിസൾട്ട് തുറന്ന് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ ഞാനും മമ്മി ഒരു 3-4 മിനിറ്റ് അവിടെ നിന്ന് കരയുകയാണ് ചെയ്തത്, ഒന്നും സംസാരിച്ചിട്ടില്ല. എൻ്റെ കൂടെ കയറിയവനും എനിക്കും ഒരേ മാർക്ക്, ഞങ്ങൾ രണ്ടുപേരും പാസ്സായി. 60 പാസ് മാർക്ക്, ഞങ്ങൾക്ക് 2 പേർക്ക് 61 മാർക്ക്. എങ്ങനെ സംഭവിച്ചതെന്ന് ഇതുവരെ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു, എന്താ പറയേണ്ടത്, ഞങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കേണ്ടത് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് 61 മാർക്ക്, രണ്ടും അങ്ങനെ അതോടുകൂടി 4 മൊഡ്യൂളും പാസ്സായി. അതുപോലെ തന്നെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം, മമ്മിക്ക് വർഷങ്ങളായിട്ട് മുട്ടുവേദനയും തോളുവേദനയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പഴക്കമുള്ള വേദനകളായിരുന്നു എല്ലാം. അപ്പോൾ എല്ലാ ദിവസവും എന്നെ വൈകിട്ട് വിളിച്ചിരുത്തി ചൂടുവെള്ളം പിടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ രണ്ടാമത്തെ നിയോഗം മമ്മി എടുത്ത് മമ്മിയുടെ മുട്ടുവേദന മാറാൻ വേണ്ടിയായിരുന്നു. മമ്മി കൃപാസന മാതാവിൻ്റെ ഉപ്പും തൈലവും ഉപയോഗിച്ച് എല്ലാ ദിവസവും മുട്ടിലും തോളത്തൊക്കെ പരട്ടുകയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി അതും ഇപ്പോൾ പൂർണ്ണമായി മാറി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ 2 സാക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ മമ്മിയാണ്, ഞാൻ പറഞ്ഞല്ലോ, മമ്മിയാണ് ഉടമ്പടി എടുത്തത്. മമ്മി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതിനാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അങ്ങനെ സജീവമായി പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും മമ്മിക്ക് പറ്റുന്ന പോലെ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത്, ഞങ്ങൾ ഇച്ചിരി മിഡിൽ ഫാമിലിയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പൈസ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പത്രം ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രിയിലും കൊണ്ട് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഒരു 6 മാസത്തോളം കാലം തൊടുപുഴയിലെ 350ഓളം ആൾക്കാരുള്ള ഒരു വൃദ്ധസദനത്തിൽ എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ അവസരം ലഭിച്ചു. അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. മമ്മിക്ക് പറ്റാത്തത് എന്നെക്കൊണ്ട് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഈ മാസം 29 ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. കൃപാസന മാതാവ് വഴി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനം, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. ബിനുബെനി എന്ന സഹോദരിയും ഈ മകനും പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിന് ലഭിച്ച 2 നന്മകളെ പ്രത്യേകമാവിധം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത് ഈ മകൻ്റെ ജർമ്മൻ പരീക്ഷയിലുള്ള വിജയമാണ്. നാം ആ മകൻ്റെ പരീക്ഷ എഴുതുന്ന ഓരോ അവസരത്തിലുമുള്ള അവൻ്റെ ഒരുക്കവും ഉടമ്പടിയിലുള്ള വിശ്വസ്തതയും പരീക്ഷാ നിമിഷങ്ങളിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയും ഒക്കെ ആവർത്തിച്ച് മകൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മകൻ പരീക്ഷയുടെ ഓരോ നിമിഷത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് എൻ്റെ കഴിവോ മെറിറ്റോ അല്ല, ദൈവകരുണയും കൃപയുമാണ് എനിക്ക് ലഭിക്കുന്ന വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന ബോധ്യത്തോടു കൂടി അമ്മ മാതാവിനെ ഭരമേൽപ്പിച്ച് പരീക്ഷയ്ക്ക് പ്രവേശിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സ്പീക്കിംഗ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ മകൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി, ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റെന്ന് എന്നെ തിരിച്ച് മനസ്സിലാക്കി തന്നു. എങ്കിലും ഞാൻ ഒട്ടും നിരാശപ്പെട്ടില്ല. ഞാൻ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് തന്നെ അമ്മ എനിക്ക് വേണ്ടി സഹായിക്കും, അമ്മ മാതാവ് ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് കൂട്ടായി ഉണ്ടാകും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി എൻ്റെ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരുന്നുവെന്നാണ്. നമ്മളതിലും വളരെ സവിശേഷമായി മകൻ പറയുമ്പോൾ നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്നത്, റിസൾട്ട് വന്നപ്പോൾ 2 പേരും കൂടി പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം ഇത് നോക്കിയാൽ മതിയെന്ന. വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവർ റിസൾട്ട് നോക്കുന്നതും പിന്നീട് മിണ്ടുവാനാവാതെ പരസ്പരം സന്തോഷം കൊണ്ട് നിലവിളിക്കുന്നതും അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ നിമിഷവും
അമ്മ മാതാവ് എത്രത്തോളം കരം പിടിച്ച് വഴി നടത്തുന്നുവെന്ന്, അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളെ സാധ്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുന്നുവെന്ന്, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഓരോ നിമിഷവും ദൈവസ്തുതി കൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയും ഇതുപോലെ തന്നെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസ പ്രമാണം നമ്മൾ തിന്മയുടെ സ്വാധീന ശക്തികൾക്കെതിരെ ചൊല്ലുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രഥമ സ്ഥാനം ഉറപ്പിച്ചും നാം ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നാം വിശ്വാസത്തോടെ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം നമ്മുടെ ഏറ്റവും ക്ലേശമുള്ള എല്ലാ സാഹചര്യത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ഇടപെടുന്ന മേഖലകളിൽ നമുക്ക് ഉറപ്പിച്ചു തരുന്നതിനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയുക, കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വേണം നിങ്ങൾ ഉടമ്പടി തൈലവും വിശുദ്ധ വസ്തുക്കളും എപ്പോഴും ഉപയോഗിക്കുവാനെന്ന്. അത് വെറുതെ ഒരു പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടിയല്ല, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് തിന്മയുടെ ഏതെങ്കിലും സ്വാധീന ശക്തിയുണ്ടെങ്കിൽ അതിനെ മുഴുവനും പുറത്താക്കിക്കൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് വീണ്ടെടുത്ത രക്ഷയുടെ അടയാളമായ കുരിശ് വരച്ച് ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക്, പരീക്ഷയിലേക്ക്, ഒരു രോഗചികിത്സയിലേക്ക്, ഒരു അതിർത്തി പ്രശ്നത്തിലേക്ക്, ഒരു കേസിലേക്ക് നാം പ്രവേശിക്കുന്നതെന്നാണ് നാം സൂചിപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം നമ്മോട് പങ്കുവയ്ക്കുക. ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.